സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകുമാരൻ തമ്പിയുടെ സംവിധാനത്തിൽ 1981 പുറത്തിറങ്ങിയ ആക്രമണം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ്. കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം അദ്ദേഹത്തിന്റെ തന്നെയാണ്. മധു, ജയൻ, ശ്രീവിദ്യ, സത്താർ, ബാലൻ കെ നായർ, ജയഭാരതി തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. KPSC അസീസ്, GK പിള്ള തുടങ്ങിയവരും ഈ പടത്തില് പ്രധാനപ്പെട്ട വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ തന്നെ ഗാനങ്ങൾക്ക് ശ്യാമാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയേണ്ടതായിട്ട് വരും. കാരണം ഈ സിനിമ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അനശ്വരനായിട്ടുള്ള നടൻ ജയൻ മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ശ്രീകുമാരൻ തമ്പി ഈ സിനിമയിൽ കഥയിലും തിരക്കഥയിലൊക്കെ നല്ലപോലെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ജയനെ വെച്ചിട്ട് മുഴുനീളമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നിര്യാണം മൂലം അദ്ദേഹത്തിന് കഥയും തിരക്കഥയൊക്കെ നല്ലപോലെ വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സിനിമയിൽ ജയന്റെ ഡബ്ബിങ് ചെയ്തിരിക്കുന്നത് ആലപ്പി അഷറഫ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജയന്റെ മുൻ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും ആ ജയന്റെ ശബ്ദത്തിന്റെ വ്യത്യാസമൊക്കെ ഈ സിനിമയിൽ മനസ്സിലാവും. 10-60 സീനോളമുള്ള ജയന്റെ സീൻ ഇതിലാകെ ഒരു 10-15 സീനായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമുക്ക് ഈ സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ല ഹിറ്റായിട്ടുള്ള മൂവി തന്നെയാണ് ആക്രമണം എന്ന് പറഞ്ഞൊരു സിനിമ. ഓക്കെ, നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കഥയുടെ ചെറിയൊരു കഥാസംഗ്രഹത്തിലേക്ക് നമുക്ക് കടക്കാം. GK പിള്ളയുടെ ക്യാരക്ടർ ഇതിൽ കൃഷ്ണദാസ് എന്നാണ്. അദ്ദേഹത്തിന്റെ മകനാണ് മോഹനൻ എന്ന ആള്. അതേപോലെ തന്നെ KPSC അസീസിന്റെ ക്യാരക്ടറിന്റെ നെയിമാണ് റഷീദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇവര് മുതലാളിമാരാണ്. രണ്ടും ഒരേ ബിസിനസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് നിന്നും മത്സരിക്കുന്ന രണ്ട് മുതലാളിമാർ. അതിൽ GK പിള്ളയുടെ കൃഷ്ണദാസിന്റെ അടുത്ത് നിന്നും ജോലി പഠിച്ച് കൃഷ്ണദാസിനെ കവച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃഷ്ണദാസിനെ ചതിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ബിസിനസ് തുടങ്ങിയ ആളാണ് അസീസിന്റെ കഥാപാത്രം റഷീദ് എന്ന് പറയുന്ന കഥാപാത്രം. അപ്പൊ ഇവര് തമ്മിലുള്ള ബോട്ടാബോട്ടികളൊക്കെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൃഷ്ണദാസിന്റെ ഒപ്പം ആണ് നമ്മുടെ മധുവിന്റെ ക്യാരക്ടർ വർഗീസ് എന്നാണ്. അദ്ദേഹത്തിന് ഒരു പെങ്ങളുണ്ട്. പെങ്ങളുടെ പേര് അതില് സിനിമയിലെ ലിസി തോമസ് എന്നാണ്. ബാലൻ കെ നായരുടെ ഈ സിനിമയിലെ പേര് കാസിം എന്നാണ്. കാസിമിന് ഒരു അനിയനുണ്ട്, സലിമോൻ എന്നാണ് ഈ സിനിമയിലെ പേര്. അപ്പോ സലിമോനും കാസിമും നമ്മുടെ റഷീദിന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ലോറി മുതലാളിമാരാണ് നമ്മുടെ റഷീദും കൃഷ്ണദാസ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു ബോട്ടാബോട്ടികൾ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ ഓട്ടോമാറ്റിക്കലി മധുവും ഇങ്ങേരും തമ്മിലുള്ള ബോട്ടാബോട്ടികൾ ഉണ്ട്. മധുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മധുവിന്റെ പെങ്ങളെ അതായത് ഡോക്ടർ ആക്കണം എന്നുള്ളത്. നന്നായിട്ട് പഠിക്കുന്ന ഒരു ക്യാരക്ടറാണ് ലിസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. GK പിള്ളയുടെ കൃഷ്ണദാസിന്റെ മകൻ മോഹനായിട്ട് ഇവര് അടുപ്പത്തിലാവുന്നു. ഈ അടുപ്പത്തിലാവുന്നത് ആളത്ര വെടുപ്പായിട്ടുള്ള ഒരു മനുഷ്യനൊന്നല്ല. അപ്പൊ പുള്ളിയുടെ ഒരു കൂട്ടുകാരി ഉണ്ട്, സലീന എന്നാണ് ആ കൂട്ടുകാരിയുടെ പേര്. അപ്പോ ഇവര് അന്നത്തെ ഒരു ലഹരി പോലെയുള്ള സംഭവങ്ങളും അതേപോലെ ഒരു ന്യൂഡ് ഫോട്ടോഗ്രാഫി പോലത്തെ പരിപാടികളൊക്കെ ഏർപ്പെടുന്ന കുറച്ച് ആൾക്കാരാണ്. ജഗതിയുടെ ഇതിൽ പേര് തന്നെ ക്ലോസപ്പ് മോഹൻ എന്നാണ്. ക്ലോസപ്പ് മോഹൻ എന്ന് എന്തുകൊണ്ട് പേര് വരുന്നു എന്നുള്ളതൊക്കെ ജഗതിയുടെ ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ചതിക്കുഴിയിലേക്ക് വർഗീസിന്റെ പെങ്ങൾ വീഴുകയും ആ ഒരു സംഭവം വർഗീസിന്റെ തന്നെ സഹായി ഉണ്ട്, ചാണ്ടി എന്നാണ് ആ സഹായിയുടെ പേര്. പൂജപ്പുര രവിയാണ് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. അപ്പൊ പുള്ളി മുഖാന്തരം ഇതറിയുകയും ചാണ്ടിയും വർഗീസും തമ്മിൽ ആ സമയത്ത് തെറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. വർഗീസ് തിരിച്ച് വീട്ടിലെത്തുന്നു. തന്റെ പഠിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്റെ ആഗ്രഹങ്ങളൊക്കെ തെറ്റിച്ച ആ അനിയത്തിയെ തല്ലുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പൊ അതിനുശേഷം പിറ്റേ ദിവസം കാലത്ത് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് വർഗീസ് പോകുമ്പോ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇവള് പറയുന്നു ഞാൻ ഇനി എന്തായാലും ഇന്നത്തെ ദിവസം കോളേജിൽ പോകുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഈ ഒരു സീനിന് മുമ്പ് വർഗീസ് നേരെ GK പിള്ളയുടെ അവിടെ ചെന്നിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനുണ്ട്. അപ്പൊ GK പിള്ള എല്ലാം വർഗീസിന്റെ തലയ്ക്കാണ് ഇടുന്നത്. നിന്റെ അനിയത്തി കാരണമാണ് എന്നുള്ളതാണ്. എനിക്ക് കാശുണ്ടെന്ന് കരുതി എന്റെ മോനെ ഒന്നും ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമില്ല, നിന്റെ പെങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെയാണ് വേണ്ടത് എന്ന് നമ്മുടെ GK പിള്ള കൃഷ്ണമൂർത്തി പറയുന്നു. അപ്പൊ ഇതിൽ വിശ്വസ്തനായിരുന്നു ഈ വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ മധു. അപ്പൊ അതിൽ പെട്ടെന്ന് ഒരു ദേഷ്യമൊക്കെ വന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ മധു വേറെ എവിടേക്കോ പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുന്നതിന്റെ ഇടയിൽ
ഈ അനിയത്തിനെ ഈ മോഹന്റെ ഒരു കൂട്ടുകാരി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സലീന എന്ന് പറയുന്ന കൂട്ടുകാരി വന്ന് വിളിച്ചിരുന്നു. മോഹനുമായിട്ട് വഴക്കുണ്ടായി എന്നും മോഹനന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണെന്നൊക്കെ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടായി എന്നൊക്കെ പറയുന്നു. അപ്പൊ ലിസി പെട്ടെന്ന് സലീനയുടെ കൂട്ടത്തിൽ കാറിൽ കയറി പോവാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് കുറെ കാര്യങ്ങളിൽ അവൾക്ക് കുറെ അബദ്ധങ്ങളൊക്കെ പറ്റുന്നു. അതിനുശേഷം പുറത്തുപോയ മധു തിരിച്ചു വരികയാണ്. പുറത്തുപോയ മധു തിരിച്ചു വരുന്ന സമയത്ത് അവരെ കാണുന്നില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പരിഷ്കാരി പെണ്ണ് വന്നിട്ട് നിങ്ങളുടെ അനിയത്തിനെ പുറത്തേക്ക് കൊണ്ട് പിന്നെ കാണാനില്ലെന്ന്. പിന്നീടാണ് GK പിള്ളയുടെ അടുത്ത് പോയിട്ട് വീണ്ടും ക്ഷുഭിതരാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ എന്റെ മോനെ ഇതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയും നിങ്ങൾ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ മധു പിന്നെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സ്റ്റുഡിയോ കാണാണ്. ആ സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ തന്റെ പെങ്ങളുടെ ഫോട്ടോസ് കാണാണ്. കാണാന്ന് പറഞ്ഞാൽ ഒരു അല്പവസ്ത്രധാരിയായിട്ടുള്ള ഫോട്ടോസ് ഒക്കെയാണ് കാണുന്നത്. അന്നത്തെ കാലഘട്ടത്തിലാണ് കേട്ടോ ഈ പടം. അപ്പൊ അതും കൂടി ചിന്തിക്കണം ഞാൻ ഈ പറയുമ്പോൾ. അപ്പൊ പെട്ടെന്ന് ഡോക്ടർ ആവാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ അനിയത്തി പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്താണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള നോക്കി ചെല്ലുന്ന സമയത്ത് ജഗതി ശ്രീമറാണ് അവിടെ ഉള്ളത്. അപ്പൊ ജഗതിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുമ്പോൾ പറയണം, അപ്പൊ എനിക്കറിയില്ല, ഇതിൽ പോയി അന്വേഷിക്കുന്നു. അകത്ത് പോകുമ്പോഴാണ് തന്റെ പെങ്ങളെ കാണുന്നത്. തന്റെ പെങ്ങളെ കാണുമ്പോൾ ആ പെങ്ങളെ പെട്ടെന്ന് ഇവനെ കണ്ടിട്ട് ആകെ ബേജാറായി നേരെ മുകളിലേക്ക് ഓടിക്കേറി താഴത്തേക്ക് വീണ് ആത്മഹത്യ ചെയ്യാണ്. അതിനിടയിൽ ജയന്റെ ക്യാരക്ടറുകളൊക്കെ വന്നിട്ടുണ്ട്. ജയനായിട്ടും ഒക്കെ കുറെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ജയന്റെ കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് സീനുകളിലേ ഉള്ളൂ. അദ്ദേഹം അരവിന്ദൻ എന്ന് പറയുന്ന പോലീസുകാരനായിട്ടാണ് ഇതിൽ ജയനെ അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു തന്മയത്വമുള്ള ഒരു പോലീസുകാരനാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മോഹനൻ പെട്ടെന്ന് പേടിച്ചിട്ട് ഈ അരവിന്ദൻ പോലീസുകാരൻ നമ്മുടെ ജയന്റെ വീട്ടിലേക്ക് എത്തിയാണ്. നേരെ മധുവിന്റെ പേരിലേക്ക് കുറ്റം ഒക്കെ ഇട്ടിട്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ജയൻ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മുടെ വർഗീസ് അവിടെ വരുന്നു. ചെറിയൊരു ആക്ഷൻ ഒക്കെ ഉണ്ടാവുന്നു. അതിൽ മോഹനന് ബോധം പോകണം. അപ്പൊ അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ജയനും മധുവും തമ്മിൽ നല്ല ആക്ഷൻ സീൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ജയൻ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ ആ പോകുന്ന വഴിക്ക് വർഗീസ് രക്ഷപ്പെടുമ്പോൾ അവന്റെ കൈയൊക്കെ പൊട്ടിയിട്ട് നോക്കുമ്പോൾ ഒരു ഏഞ്ചൽ ക്ലിനിക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അവിടെ നമ്മുടെ ശ്രീവിദ്യയുടെ ക്യാരക്ടറാണ്. ശ്രീവിദ്യ മുമ്പ് ഇവന്റെ കാമുകിയായിരുന്നു. കാമുകി എന്ന് പറഞ്ഞാൽ ഇവര് വേറൊരു ബന്ധം കൂടിയുണ്ട്. അവളുടെ അച്ഛനൊക്കെ കാരണമാണ് ഇവന്റെ അമ്മയ്ക്കൊക്കെ നിലനിന്ന് പോകാനായിട്ട് പറ്റിയിരുന്നത്. ആ ബന്ധത്തിന്റെയൊക്കെ കാരണങ്ങളൊക്കെ പറയുന്നു. എങ്കിലും ഇവർ ഒളിച്ചോടാനായിട്ടൊക്കെ പദ്ധതി ഇടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ആ ഒരു ഒളിച്ചോടുന്ന സമയത്ത് ഇവളുടെ അച്ഛനും ഗ്യാങ്ങും കൂടിയിട്ട് ഇവരെ പൊക്കുകയാണ്. അപ്പോ അവര് ചെറിയൊരു മധുവിനെ നന്നായിട്ട് അടിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവള് ഡോക്ടറാണ്. അപ്പോ ഞാൻ തിരിച്ചു പോകും. അപ്പോ അങ്ങനെയാണ് അവർ തമ്മിൽ പിരിയണത്. അതിനുശേഷം മധു തിരിച്ച് പോവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ശ്രീവിദ്യന്റെ കയ്യിൽ പിടിച്ചാണ്, ഞാനിപ്പോ ഡോക്ടറാണ്, നമുക്ക് ഇതൊക്കെ നോക്കിയിട്ട് അപ്പൊ ചികിത്സിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ശരി ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഞാനിവിടെ നിന്ന് നിനക്കും കൂടി അപകടമാവും, അതുകൊണ്ട് ഞാൻ ഇറങ്ങണമെന്ന് പറയുമ്പോഴത്തേക്കും ജയന്റെ ക്യാരക്ടർ അവിടെ വരികയാണ്. ജയൻ ഇവനെ അറസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതിനുശേഷം പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ബാലൻ കെ നായരുടെ കഥ എങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ റഷീദിന്റെ അവിടെ. അപ്പൊ സലിമോൻ എന്നാണ് പേര്. ആള് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വലിയൊരു നേതാവും കൂടിയാണ്. വിദ്യാഭ്യാസ സമയത്ത് വലിയ നേതാവായിരുന്നു. അപ്പൊ ജീവിക്കാൻ വേണ്ടി ആ പ്രസ്ഥാനത്തിനെ ഉള്ളിൽ ചുമന്നുകൊണ്ട് തന്നെ അതേ സമയത്ത് പുറത്ത് മുതലാളിമാരുടെ അടുത്ത് ജോലി ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ തന്നെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ പറഞ്ഞു വരികയാണ്, നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു വരുന്നു. അങ്ങനെ റഷീദിന്റെ ഒരുപാട് കള്ളക്കഥകള് കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ടുള്ള സലിമോൻ തൊഴിലാളി നേതാക്കന്മാരുടെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു സമരം പൊട്ടിപ്പുറപ്പെടുകയൊക്കെ ചെയ്യണം. അപ്പൊ അതിനിടയിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വർഗീസ് നമ്മുടെ GK പിള്ളയായിട്ട് തെറ്റിയിട്ട് ഇറങ്ങിപ്പോകുന്ന സമയമുണ്ടല്ലോ മോഹന്റെ കാര്യത്തിൽ. അതിന് തൊട്ട് മുമ്പ് തന്നെ ചാണ്ടി, അതായത് നമ്മൾ പൂജപ്പുര രവിയുടെ ക്യാരക്ടറെ നന്നായിട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ GK പിള്ളയുടെ അവിടെ നമ്മുടെ വർഗീസ് ലോറിയും ജോലി വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. ലോറിയുടെ ചാവിയൊക്കെ അവിടെ ഇട്ടിട്ട് GK പിള്ള ഉള്ളിൽ പോയ സമയത്ത് അതായത് ചാണ്ടി വന്നിട്ട് ഈ ലോറിയുടെ താക്കോൽ എടുത്തിട്ട് ലോറി അടിച്ചു മാറ്റി വ്യാജ നമ്പർ പ്ലേറ്റും വെച്ച് ചേസ് നമ്പർ മാച്ച് കളഞ്ഞ് പെയിന്റ് ഒക്കെ മാറ്റിയിട്ട് ഈ കൃഷ്ണദാസിന് മറിച്ച് വിൽക്കുകയാണ്. അപ്പൊ ആ മറിച്ച് വെക്കുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന് ഇതൊന്നും ഇല്ലാന്നുണ്ടാ അറിയിച്ചാൽ ഈ ലോറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സലിമോനെ കൃഷ്ണദാസ് വകവരുത്തുക. അപ്പൊ ഇത് ഉപയോഗിച്ച് രണ്ട് മുതലാളിമാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുകയാണ്. അപ്പൊ അതിൽ മോഹനൻ അവിടെ ജയഭാരതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ജയഭാരതി അപ്പോ ഇതിനിടയിൽ അരവിന്ദന് പല സംശയങ്ങൾ ഉണ്ടാവുകയും, അതായത് പോലീസ് ഓഫീസർക്ക് പല സംശയങ്ങൾ ഉണ്ടാവുകയും പോലീസ് ഓഫീസർ ഈ GK പിള്ളയുടെയും റഷീദിനെതിരെയും തിരിയുന്ന സന്ദർഭവും ഉണ്ടാവുകയാണ്. അപ്പോ ഈ മോഹനൻ പറയുന്നുണ്ട്, നമുക്ക് അരവിന്ദനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കാനുള്ള വഴികൾ നോക്കാന്ന് പറയുന്നത്. അപ്പൊ ജയഭാരതി ഉണ്ട്. ജയഭാരതി നേരത്തെ പറഞ്ഞ സലീന ഈ മോഹനനൊക്കെ ഒരു ഗ്യാങ് ആണ്.
പക്ഷെ ജയഭാരതി നല്ലവളാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പടത്തിലെ ഫ്ലാഷ് ബാക്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. സാധാരണ പോലത്തെ തന്നെ പ്രാരാബ്ദമുള്ള ഒരു കുടുംബം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം, രണ്ടാനച്ഛൻ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ, പക്ഷെ അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് വളരെ നീറ്റായിട്ടാണ്. എഴുത്തും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെയാണ് ആ സംഭവം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ജയഭാരതിയോട് പറഞ്ഞിട്ട് ജയഭാരതി പെട്ടെന്ന് ജയനെ വിളിക്കുകയാണ്, ഞാൻ പെട്ടെന്ന് അപകടത്തിലാണ്, വരണം, കാരണം വീട് ഓർമ്മയില്, താങ്കൾ എന്നെ മുമ്പൊരിക്കൽ കൊണ്ടാക്കിയിട്ടുള്ള സ്ഥലം തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ ജയഭാരതിനെ കാണുന്നൊന്നുമില്ല. പക്ഷെ തിരിച്ചു നിന്നിട്ട് വീട്ടിലെത്തുമ്പോ ആറന്മുള പൊന്നമ്മയാണ് അമ്മ. അപ്പൊ അമ്മയോട് പറയാണ്, മുതലാളിമാർ എന്തായാലും പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അമ്മയാണ്. അത് പറയാനുള്ള കാരണമുണ്ട്. കാരണം ഈ അമ്മയുടെ അടുത്ത് GK പിള്ള ഇവരുടെ മോൾക്ക് വേണ്ടിയിട്ട്, GK പിള്ളയുടെ മോൾക്ക് വേണ്ടിയിട്ട് ജയനെ കല്യാണം ആലോചിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആലോചന നടക്കില്ല, GK പിള്ളയ്ക്കൊക്കെ എതിരെ തിരിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കം വെക്കണൊക്കെ അതിനെ തൊട്ട് മുമ്പുള്ള സീനിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ദേഷ്യത്തിൽ ഒക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ജയനോട് വന്നത്. മുതലാളിമാരെന്തായാലും കളികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതിനിടയിൽ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ജയഭാരതിയുടെയും ഇവന്റെയും തമ്മിലുള്ള ഒരു ആലിംഗിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ ഒക്കെ കണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കാക്കണം എന്നുള്ള ഒരു രീതിയിലൊക്കെ സംഭാഷണങ്ങളൊക്കെ വരുന്നു. പക്ഷെ ജയൻ പാരലായിട്ട് തന്നെ ഈ കേസ് അന്വേഷണമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം നമ്മുടെ മധു പുറത്തിറങ്ങുന്ന സമയത്ത് റഷീദിന്റെ അടുത്ത് ജോലിക്ക് വിളിക്കുന്നു. അപ്പൊ മധു ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നോക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഫസ്റ്റ് പേയ്മെന്റ് ഒക്കെ മേടിക്കുന്നു. അപ്പൊ അതിനിടയിൽ വീണ്ടും മധുവും ശ്രീവിദ്യയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ശ്രീവിദ്യ പറയാണ്, നിങ്ങൾ വീണ്ടും മുതലാളിമാരുടെ ഗുണ്ടകായിട്ട് മാറരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ കിട്ടിയ കാശാള് വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അപ്പൊ അതിന്റെ അർത്ഥം അവിടുത്തെ ജോലിയും വേണ്ടാന്ന് വെച്ചു. അപ്പൊ അങ്ങനെ അതിനിടയിൽ അപ്പൊ GK പിള്ള പറയുന്നുണ്ട്, നമുക്ക് ഈ മധു ഇയാൾക്കെതിരെ തിരിഞ്ഞുല്ലോ, അപ്പൊ GK പിള്ള നമുക്ക് വീണ്ടും ശക്തമായിട്ടുള്ള ഒരു ആയുധം വേണമെന്ന് പറയുന്നു. അപ്പൊ കാസിമിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാലൻ കെ നേരെ. അപ്പൊ ബാലൻ കെ നേരെ നമുക്ക് ജാമ്യത്തിലെടുക്കാം. അപ്പൊ അങ്ങനെ ബാലൻ കെ നേരെയും ജാമ്യത്തിലെടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ മധു ബാലൻ കെ നേരെ വീണ്ടും ഒരു ഫൈറ്റിനൊരു ഇത് വരുമ്പോഴത്തേക്കും മധു ഒഴിഞ്ഞു മാറാണ്. നീ ആലോചിക്ക്, നിന്റെയും എന്റെയും ഓരോരുത്തരാണ് പോയിരിക്കുന്നത്, നമുക്ക് വേണ്ടപ്പെട്ടവരാണ് പോയിരിക്കുന്നത്. മുതലാളിമാര് നമ്മളെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങ് കളിപ്പിക്കണം. നമ്മൾ മുമ്പും അങ്ങനെ ചെയ്തതൊക്കെ നമ്മുടെ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴും ചെയ്യുന്നത് അത് തന്നെ, നമ്മൾ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് മാത്രമേ ഉള്ളൂ. നീ സ്വയം ആലോചിക്കും, ഞാനിവിടെയൊക്കെ തന്നെ കാണും എന്ന് പറഞ്ഞിട്ട് മധു തിരിച്ചു പോകണം. അപ്പൊ അങ്ങനെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസിമിന് തന്റെ ചിന്തകൾ മനസ്സിലാവാണ്. നമ്മുടെ ബാലൻ കെ നായർക്ക് നമ്മുടെ മധു പറയുന്നതിന്റെ കാര്യമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇവരെ പിടിക്കാനുള്ള പരിപാടികൾ നോക്കുന്നു. ഇതിനിടയിൽ KPSC അസീനും GK പിള്ളയ്ക്കും കാര്യങ്ങൾ മനസ്സിലാവണം, ഇവർ രണ്ടുപേരും നമുക്കെതിരെ തിരിഞ്ഞു. അപ്പൊ കൂടെ സഹായത്തിന് നമ്മുടെ ജയനുമുണ്ട്. അപ്പൊ ഇതിനിടയിൽ സത്താറുണ്ട്, പോലീസ് ഓഫീസറായിട്ട് സത്താറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ജയനുമുണ്ട്. അപ്പൊ അരവിന്ദനെ ഇനി നമ്മൾ ജീവിക്കാൻ അനുവദിച്ചുകൂടാന്ന് പറയുന്നു. അപ്പൊ മോഹനം പറയുന്നു, അതിനുള്ള പരിപാടി ഞാൻ ചെയ്തോളാം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അരവിന്ദൻ പെട്ടെന്ന് കാറിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് വെടിവെക്കുന്നു. മോഹനം വെടിവെക്കുകയാണ്. അങ്ങനെ അരവിന്ദൻ മരിക്കണം. അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വർഗീസും മധുവിന്റെ ക്യാരക്ടറും നമ്മുടെ ബാലൻ കെ നായരുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അവരും തമ്മിലൊരു ധാരണയിലെത്തുന്നത് നമുക്ക് ഇനി ഒരു ജീവിക്കാൻ അനുവദിച്ചുകൂടാന്ന് പറയുന്നു. പിന്നെ മൊത്തത്തില് അവര് രണ്ടുപേരും കൂടി അബുദാബിയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. ആര്, നമ്മുടെ KPSC അസീസും GK പിള്ളയുടെ കൃഷ്ണദാസും കൂടിയിട്ട്. അപ്പൊ കൂടെ മോഹൻ നോക്കും. അപ്പൊ ഞങ്ങളും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇവര് രണ്ടുപേരും കൂടി അവിടെ വരുന്നു. പിന്നെ അവിടെ വെച്ചിട്ടുള്ള ആക്ഷനാണ്. അതിനിടയിൽ നമ്മുടെ KPSC അസീസ് നമ്മുടെ ബാലൻ കെ നായരന്റെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നു. അത് നമ്മുടെ ഇടത്തെ തോളിന്റെ ഈ ഭാഗത്ത് അവിടെയാണ് വെടികൊള്ളുന്നത്. പിന്നെ അങ്ങനെ വീണ്ടും ഫുള്ള് ചേസിങ് പരിപാടികളാണ് മൊത്തം. ലോറിയും ജീപ്പും ഒക്കെ തമ്മിൽ ചേസിങ് പരിപാടികളാണ്. പിന്നെ മധു നമ്മുടെ മോഹനൻ എന്ന് പറയുന്ന ഒരാളെ കൊല്ലുന്നുണ്ട്. അതേപോലെ GK പിള്ളേനെ തലക്കടിക്കുന്നുണ്ട്. പിന്നെ പോലീസുകാർ വന്നിട്ട് കാലിൽ പിടിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുന്ന സമയത്ത് നമ്മുടെ പോലീസ് സത്താർ ആൻഡ് ഗ്യാങ്. പിന്നത്തെ സമയത്ത് പിന്നെ ഒരു സ്ഥലത്ത് നമ്മുടെ ബാലൻ കെ നായർ നമ്മുടെ KPSC അസീനും ജീപ്പിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടിട്ട് കൊല്ലുകയാണ്. അപ്പൊ പക്ഷെ അതിനിടയിൽ തന്നെ ഈ രക്തം ഒരുപാട് വാർന്നൊലിച്ചിട്ട് ബാലൻ കെ നായരും ഇതിൽ മരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പടം എൻഡ് ചെയ്യാണ്. എന്നെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു സിനിമയാണ് പടം. നമ്മുടെ യൂട്യൂബിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഈ സിനിമ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെയും കൂടി അല്ല വരേണ്ടിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരുന്നത്.
എനിവേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പടം കണ്ടുനോക്കാം. നമ്മുടെ യൂട്യൂബിൽ പടം കിടപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞേക്കണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.